ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുന്ന ഒരു കിഡിന് ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളെല്ലാവരും കെ എസ് ആർ ടി സി പോയിട്ടുണ്ടാവരല്ലേ? കെ എസ് ആർ ടി സി പോകാനുള്ള ബുദ്ധിമുട്ടെന്നാ? നമുക്ക് കെ എസ് ആർ ടി സി നമ്മൾ പോകേണ്ട കെ എസ് ആർ ടി സി ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ എവിടെ എത്തിയെന്ന് നമുക്കറിയത്തില്ല. ഏത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏത് സ്റ്റോപ്പിലേക്ക് അല്ലെങ്കിൽ നമുക്കുള്ള ഡെസ്റ്റിനേഷനകത്തേക്ക് എത്ര കെ എസ് ആർ ടി സി ഉണ്ടെന്ന് അറിയത്തില്ല. ഏതൊക്കെ വഴി കൂടെ പോകുന്നു അറിയത്തില്ല. ഇതൊന്നും നമുക്കറിയത്തുണ്ടാവും അല്ലേ? നിങ്ങളെല്ലാവരും കെ എസ് ആർ ടി സി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കാം. അതിനൊരു അടിപൊളി ഒരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ചലോ ആപ്പ് എന്നാണ്. പ്ലേ സ്റ്റോറിൽ കയറി ചലോ ആപ്പ് എന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം ഞാൻ ഓൾറെഡി തന്നെ ചലോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ ചലോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒ ടി പി വരും, അത് നമ്മൾ രജിസ്റ്റർ ചെയ്യാം. അത് കഴിഞ്ഞ് ഓപ്പൺ ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ ഇൻ്റർഫേസ് വരുന്നത്. അപ്പം നമ്മൾ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ കൊടുക്കണം. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ കൊടുക്കാം. അപ്പം ഞാൻ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ചലോ ആപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഫൈൻഡ് ആൻഡ് ട്രാക്ക് യുവർ ബസ്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്റ്റിനേഷൻ കൊടുക്കാം. ഓക്കെ, ഞാൻ പറയാം. പിന്നെ ബൈ മൊബൈൽ ടിക്കറ്റ്സ്. ഓക്കെ, അപ്പം നമുക്ക് ടിക്കറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേടിക്കാൻ വേണ്ടി പറ്റും. റൂട്ട് നമ്പറും സ്റ്റാർട്ടിങ് എൻഡിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ബൈ മൊബൈൽ ടിക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മാനേജ് കാർഡ്സ് ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് കെ എസ് ആർ ടി സി ഒരു പുതിയൊരു കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കെ എസ് ആർ ടി സി കയറി കഴിഞ്ഞാൽ നമുക്ക് ചില്ലറകൾ കിട്ടുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതിന് പറ്റി വരുന്നതാണ് ഇത്. ഓൺലൈനായിട്ട് നമ്മുടെ ATM കാർഡ്, അതായത് നമ്മൾ കൊച്ചിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ മെട്രോ കാർഡ് പോലെ നമുക്ക് റീചാർജ് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഫെമിലിയർ ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട്, എല്ലാവരും യൂസ് ചെയ്യുക. അപ്പം അതാണ് നമുക്കിത് കെ എസ് ആർ ടി സിൻ്റെ കാർഡ്സ്. പിന്നെ താഴെ നിയർ ബസ് സ്റ്റോപ്പുകൾ നമുക്ക് കാണിച്ചു തരും. പിന്നെ ബസ് എറൗണ്ട് യു നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയും കാര്യമാണ് ഇപ്പം നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പം ഫൈൻഡ് ബസ് കൊടുക്കണം. നമുക്ക് ഡെസ്റ്റിനേഷൻ ഞാനിപ്പോൾ തൃശ്ശൂർ കൊടുക്കുകയാണ്. ഓക്കെ, തൃശ്ശൂർ കൊടുത്തു. തൃശ്ശൂർ കൊടുത്തിട്ട് തൃശ്ശൂർ ശക്തി സ്റ്റാൻഡ് ചെയ്യാൻ കൊടുത്തു. ഓക്കെ, അപ്പം നമ്മുടെ കറണ്ട് ലൊക്കേഷനിൽ നിന്ന് നമുക്ക് എന്നാണ് നമ്മുടെ ഡേറ്റ്, ഇപ്പോൾ 10-ാം തീയതിക്ക് ഉള്ളതിനെ 10-ാം തീയതി ഞാൻ കൊടുത്തു. ഏതാണ് ടൈം ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്ക് കറണ്ട് ലൊക്കേഷൻ കൊടുത്തു. അത് ഞാൻ തൃശ്ശൂർ സക്സസ് സ്റ്റാൻഡ് കൊടുത്തു. ഡെസ്റ്റിനേഷൻ അത് ട്യൂസ്ഡേ ജൂൺ 10-ാം തീയതി കൊടുത്തു. ടൈം 8 AM കൊടുത്തു. അപ്പം നമുക്ക് താഴേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇഷ്ടംമാതിരി ബസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി സ്റ്റേ ചെയ്യുന്നത് വടുതലയാണ്. അപ്പം നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഏത് ഒരു വണ്ടീൻ്റെ നമ്പർ കാണിച്ചിട്ടുണ്ട്, ഷെഡ്യൂളിനും ടൈമിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നിരിക്കും. അപ്പോൾ എൻ്റെ ചാർജ് കാണിച്ച് എത്ര മണിക്കൂർ ഓട്ടമുണ്ട് ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കെന്ത് ചെയ്യും, അതിൻ്റെ റൂട്ട് മാപ്പ് ഓൾറെഡി തന്നെ തന്നിട്ടുണ്ട്. നോക്കി ഇങ്ങനെ നമുക്ക് റൂട്ട് മാപ്പ് കിട്ടും. ഓക്കെ, ഏതൊക്കെ സൈഡ് ഏതൊക്കെ പിന്നെ ബസ് സ്റ്റോപ്പിൽ കൂടെയാണ് പോകുന്നതെന്നുള്ളത് നമുക്കിത് കറക്റ്റ് നമുക്ക് കാണിച്ചു തരും. എൻ്റെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എറണാകുളം സൗത്തിൽ നിന്ന് കൊടുങ്ങല്ലൂർ വഴിയാണ് ഈ ബസ് പോകുന്നത്. അപ്പോൾ നമുക്കിത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വടുതല ഗേറ്റ് തൊട്ട് ഞാൻ അവിടെ തൊട്ടാണ് അത് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ കാണിച്ച് നമുക്ക് താഴെ വരെ നമുക്ക് റൂട്ട് മാപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ റൂട്ടിൻ്റെ മാപ്പായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ലൈവ് ആണെങ്കിൽ നമ്മുടെ ബസ്സിൻ്റെ നമ്പർ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ബസ് നമ്പർ നമ്മൾ ചിലപ്പം എന്ത് ചെയ്യും, നമുക്ക് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബസ് നമ്പേഴ്സ് കിട്ടും. ആ ബസ് നമ്പറാണ് നമുക്ക് മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏതൊരു ട്രിപ്പിൻ്റെ സ്ഥലത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ബസ്സിൻ്റെ ലൈവ് ലൊക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഇഷ്ടമാതിരി ഒരു ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. കാരണം എന്ന് വെച്ചിട്ട് ഏതൊക്കെ ബസ് ഏതൊക്കെ ടൈമിലാണത് പോകുന്നതെന്നുള്ളത്. ഈ നമ്മുടെ നിയർ ബൈ ഉള്ള ബസ്സസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ പുറകോട്ട് പോവാം. നേരെ ബാക്കോട്ട് പോയതിന് ശേഷം നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ബസ്സസ് എറൗണ്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇപ്പം നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് ചെയ്തു. ചങ്ങമ്പുഴ പാർക്ക് നോക്കിയേ, എടപ്പള്ളി ജംഗ്ഷനിൽ നമുക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. നോക്കിയേ, എടപ്പള്ളി ജംഗ്ഷനിൽ ഒരു 2 മൂവ്മെൻറ്റ് കാണിക്കുന്നില്ലല്ലേ, ഓടൻ്റെയാണ്. നോക്കി, നിങ്ങൾ കെ എസ് ആർ ടി സി ശ്രദ്ധിച്ച് നോക്കി, കണ്ടോ ദേ പുട്ടിൻ്റെ അവിടുന്ന് കെ എസ് ആർ ടി സി കണ്ടോ, കറക്റ്റ് മൂവായി വരുന്ന കറക്റ്റ് ലൊക്കേഷനാണ്. ഗവൺമെൻറ്
അത്രയും രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ മസ്റ്റായിട്ട് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ KSRTC എവിടെ എത്തി, നമുക്ക് എങ്ങനെ ഇത് ട്രാവൽ ചെയ്യാം, എത്ര ടൈം എടുക്കും, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ പോയി നമ്മൾ KSRTC സ്റ്റാൻഡിൽ പോയി ഇന്ന് വെയിറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അപ്പം എനിക്ക് തോന്നുന്നത് അടിപൊളി ആപ്ലിക്കേഷൻ എന്ന ആപ്ലിക്കേഷനാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്യണം. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനാണ്. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നതും വരെ ഓക്കെ ബൈ, താങ്ക്സ്.